ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി വീട്ടിലെങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. ഇഡ്ഡലി എളുപ്പത്തിൽ പൊന്തി വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. 250 ml 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന്, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ചേർത്ത് കുതിരാൻ വെക്കുക. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, കാരണം ഞാനിത് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ ഒരുപാട് ചൂടാവാതെ ഞങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റും. ആദ്യം ഉഴുന്നും ഉലുവയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഞാൻ ഉഴുന്നിന് കറക്റ്റായിട്ടുള്ള വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇനി പച്ചരിയും അരച്ചെടുക്കുക. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. ഉഴുന്ന് പോലെ ഒരുപാട് ഫൈനായിട്ട് അരക്കണ്ട, ഇത്തിരി തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്, കാരണം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നന്നായി പുളിച്ച് കിട്ടുള്ളൂ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൈ കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഞങ്ങൾ ബാറ്റർ ഒഴിച്ച് വെച്ച പാത്രം ഇറക്കി വെക്കുക. അപ്പോൾ ആ ഒരു ചൂട് കാരണം ഇഡ്ഡലി മാവ് നന്നായി പൊന്തി കിട്ടും. ഇതാ ഞങ്ങൾ ഇഡ്ഡലി മാവ് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഫ്ലഫി ആയിട്ടാണ് മാവ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇഡ്ഡലി മാവ് പൊങ്ങിക്കിട്ടാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതുപോലെ ഞാൻ ബാറ്റർ അടച്ചു വെച്ച ലിഡിലുള്ള ഹോള് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. ഇനി ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി ചൂടായ പാത്രത്തിലേക്ക് വെക്കാം. ചൂടായ ഇഡ്ഡലി തട്ടിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇഡ്ഡലി അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ റെഡിയാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഞങ്ങൾ പെർഫെക്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി എന്ന്. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ അടർത്തിയെടുക്കുന്നത്. ചൂടോടുകൂടി എടുത്താൽ പറ്റിപ്പിടിക്കും. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് എടുക്കുമ്പം നല്ല ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ പഞ്ഞു പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂട് ചട്നിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചട്നിയുടെ കൂടെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.